അടിപ്പരണ്ട INTUC ഓഫീസ് തുറന്നു. തടിക്കുളങ്ങര ജോർജ് ജേക്കബ് സ്മാരക മന്ദിരം എന്ന നാമകരണം ചെയ്ത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. വിരോധികളെ തകർക്കാനുള്ള ആയുധപ്പുരകളായി മറ്റു പാർട്ടി ഓഫീസുകൾ മാറുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഓഫീസുകൾ ജനകീയ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇടതു സർക്കാർ താഴെയിറങ്ങി 2 മാസം തികയും മുൻപേ CPM പ്രതിഷേധ രംഗത്തിറങ്ങിയത് പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തറിയാതിരിക്കാനാണ്. RSSും BJPയും ജനാധിപത്യ രാഷ്ട്രീയം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസ് ഓഫീസുകൾ എന്നും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ജനസേവാ കേന്ദ്രങ്ങളായിട്ടാണ് കോൺഗ്രസിന്റെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. മറ്റു പലരുടെയും ഓഫീസുകൾ ആയുധപ്പുരകളാകുമ്പോൾ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ആയുധങ്ങൾ സംഭരിച്ചു വെക്കുന്ന ഓഫീസുകളായി മാറുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി, സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്ന ഓഫീസുകളാണ് കോൺഗ്രസിന്റെ ഓഫീസുകളും INTUCയുടെ ഓഫീസുകളും. കേരളത്തിലെ കാര്യം ഞാൻ പറയേണ്ടത്, നമ്മുടെ ഗവൺമെന്റ് വൻ ഭൂരിപക്ഷത്തോടെയാണ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. 10 വർഷത്തെ ദുർഭരണം അവസാനിച്ചിരിക്കുന്നു. 10 വർഷം ചെയ്യാത്തത് 2 മാസം കൊണ്ട് നമ്മൾ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10 വർഷം കൊണ്ട് കേരളം ഭരിച്ചു മുടിച്ചവർ ഒരു നിമിഷം പോലും നമുക്ക് അവസരം തരാതെ ഇപ്പൊ എല്ലാത്തിനും സമരമാണ്. ഇങ്ങനെ ഒരു കാര്യം കേട്ടുകേൾവിയുള്ളതാണ്. എന്തിനേറെ 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇതെന്ത് വിരോധാഭാസമാണ്? ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇത് ഉണ്ടായിട്ടുണ്ടോ? CPMലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂടിവെക്കാനാണ് 2 മാസം പ്രായമായ UDF സർക്കാരിനെതിരായ ഈ സമരം നടത്തുന്നത്. പാർട്ടിക്കകത്ത് ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ദയനീയമായ തോൽവി ഇടതുപക്ഷത്തിനും CPMനും ഉണ്ടായപ്പോൾ മുന്നണി യോഗം കൂടാൻ കഴിയുന്നില്ല. INTUC അടിപ്പരണ്ട യൂണിറ്റ് പ്രസിഡന്റ് KI അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, മുൻമന്ത്രി VC കബീർ, സുമേഷ് അച്യുതൻ MLA, രമ്യ ഹരിദാസ് MLA, KR പത്മകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ചക്രായി സ്വാഗതം പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.